നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളി. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 9/5/2026 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില റബ്ബർ വിലയും കുതിക്കുകയാണ്. ഈ റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 255, RSS 5 കിലോ 251, ISN 20 210, ലാറ്റക്സ് 60% DRC 161.70 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 255, RSS 5 കിലോ 251. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഈ കേരളത്തിലെ മറ്റിനും ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 247, ലോട്ട് കിലോ 210 മുതൽ 215 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 156, 60% DRC ഒട്ടുപാൽ കിലോ 117. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 254, RSS 5 കിലോ 241. ഇനി കർണാടക വില നോക്കുമ്പോൾ RSS 3 255, RSS 4 കിലോ 252.50 പൈസ, RSS 5 കിലോ 256, ലോട്ട് കിലോ 215. ഒട്ടുപാൽ നോക്കുമ്പോൾ 152 വരെ. ഈ ഫീൽഡ് ആർട്ടിക്സ് 222 രൂപ, ഫാക്ടറി വില 232 രൂപ. 25% DRC 200 രൂപ 11,100 രൂപ. 30% DRC 200 രൂപ 13,320 രൂപ. 35% DRC 200 രൂപ 15,540 രൂപ. 40% DRC 200 രൂപ 17,760 രൂപ. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില്ല. കോട്ടയം RSS 4 കിലോ 247, RSS 5 കിലോ 253, ISN 20 203 മുതൽ 203 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഒട്ടുപാൽ കിലോ 138 മുതൽ 151 രൂപ. എന്തായാലും ഇന്നലെയും ഞങ്ങളുടെ നാട്ടിൽ ചെറിയ മഴയൊക്കെ പെയ്തു. ഇനി ശരിയായി ഭൂമി നടക്കാത്തതുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് മിക്ക ആൾക്കാരും പുനരാരംഭിച്ചില്ല. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണം ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 30 രൂപ, ഒരു പവൻ്റെ മുകളിൽ 250 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് രൂപ 13,995, ഒരു പവൻ 1,11,960. അങ്ങനെ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 75, പച്ചത്തേങ്ങ 40 മുതൽ. കുരുമുളക് ഗാർബിളിൽ കിലോ 718, കുരുമുളക് കൺകാർബിളിൽ കിലോ 698, കുരുമുളക് പുതിയത് 688, വയനാടൻ കുരുമുളക് 695, ചേട്ടൻ 695, നാടൻ 692. കൊപ്ര എടുത്തപടി 149 രൂപ. കാപ്പിക്കുരു കിൻഡൽ 35,000, ഗ്രാമ്പ് 810, നാടൻ ഗ്രാമ്പ് 900, പിണ്ണാക്ക് എസ്പെലർ 37, റോട്ടറി 41, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 390, കാഞ്ഞിരക്കുരു 1880. എന്തായാലും എല്ലാ ജനങ്ങളും വളരെ വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ 102 സീറ്റുമായിട്ട്. അവരിപ്പോൾ ഡൽഹിയിൽ പോയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. MLA-മാരിൽ സതീശന് പിന്തുണ കുറവാണെങ്കിലും ജനങ്ങൾ നല്ല പിന്തുണയാണ് സതീശന് കൊടുക്കുന്നത്. കൂടാതെ ഘടകകക്ഷികളും സതീശനൊപ്പമാണ്. 10 MLA-മാർ മാത്രമാണ് ഹൈക്കമാൻഡ് ആരെ കൊണ്ടുവന്നാലും അതിനെ പിന്താങ്ങുമെന്ന് പറയുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഇന്ന് നിർണായക ദിനമാണ് ദില്ലിയിൽ നടക്കുന്നത്. കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം ഇന്ന് ചർച്ച നടത്തും. തർക്കം കൂടാതെ പ്രശ്നം പരിഹരിച്ചാൽ വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനം വന്നേക്കും. എന്തായാലും നമുക്ക് വേഴാമ്പലിനെ പോലെ വീണ്ടും കാത്തിരിക്കാം, വളരെ പ്രതീക്ഷയോടെ, നല്ല നാളേക്കായി. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.